നമസ്കാരം. 150 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു ഫുട്ബോൾ ടീം ലോകകപ്പിൽ കളിക്കാനില്ല. 5 ലക്ഷം പേർ മാത്രമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ പെർഫോമൻസ് തുടരുകയാണ്. സെയിൽ കമന്ററി ആരംഭിക്കുന്നു. വാസ്തവത്തിൽ സ്പെയിനിനെ 0-ന് തളച്ചതിലൂടെ കബോ വെർദെ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യം, കേപ്പ് വെർദെ എന്നാണ് പറയുന്നത്, കേപ്പ് വെർദെ ഒരു പൊട്ടാണ്, ലോകത്തിലെ ഒരു പൊട്ട്. സ്പെയിൻ, ലോക ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഒരു ഗോൾ പോലും അടിക്കാതെ തളച്ചു. അതിന്റെ ജോഗ്രഫിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ ഒരു ജില്ലയുടെ വലിപ്പം പോലുമില്ല. 10 ദ്വീപുകൾ അടങ്ങുന്നതാണ് ഈ കബോ വെർദെ. നമ്മുടെ കപ്പലുകൾ പോകുന്ന വഴിയാണ്. ആഫ്രിക്കയെ ചുറ്റി പോർച്ചുഗലിലോട്ടും സ്പെയിനിലോട്ടും ഇറ്റലിയിലോട്ടും ഒക്കെ പോകുന്നതിന് മുമ്പ് ഇടതുവശത്തുള്ള അറ്റ്ലാന്റിക്കിലെ ഒരു ദ്വീപസമൂഹമാണ് കബോ വെർദെ. 5 ലക്ഷമാണ് അവിടെ ആകെയുള്ളത്. 5 ലക്ഷത്തിൽ നിന്നാണ് അവര് വോട്ടെടുപ്പിലൂടെയും സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിലൂടെയുമാണ് ടീമിനെ കണ്ടെത്തിയത്. എന്തുകൊണ്ടാണ് 150 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു ടീമിന്? വിദേശത്തിരിക്കുന്ന പലർക്കും നാണക്കേടുണ്ടെന്നാണ് പറയുന്നത്. ഈ സമയത്ത് അവർ ചോദിക്കും, നിങ്ങളുടെ ടീം ഇല്ലേ, വേൾഡ് കപ്പിന് കളിക്കാൻ ഇന്ത്യൻ ടീം ഇല്ലയോ എന്ന് പലരോടും ചോദിക്കുന്ന അനുഭവം പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ കഥ പറയാൻ കാരണം, ഇതൊരു സുപ്രഭാതത്തിൽ ഒരു ടീമിനെ സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല. ഈ കബോ വെർദെക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പോർച്ചുഗീസുകാരുടെ കോളനിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടേതായ സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം അവിടെ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എന്തുകൊണ്ട് ഒരു ഫുട്ബോൾ ടീം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇത് പണ്ടേ നമുക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിനുവേണ്ടിയുള്ള ഒരു DNA നമ്മുടെ ശരീരത്തിലില്ല. നമുക്ക് ക്രിക്കറ്റിലൂടെ ഇങ്ങനെ കാത്തുകാത്തിരുന്ന് റിലാക്സ് ചെയ്ത് പോയി ഒരു ബോൾ എടുത്ത് എറിഞ്ഞ് അടിച്ച് പറപ്പിക്കുന്ന ഒരു വിദ്യയിലൂടെ ഒരു പക്ഷേ ലോക ചാമ്പ്യനാക്കാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന 1.5 മണിക്കൂർ സമയത്തിനുള്ളിൽ കോർട്ടിൽ നിറഞ്ഞ് ഓടി ജയിക്കുക എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാൽ പുറത്തു വരുന്ന പ്രക്രിയയാണ്. അപ്പൊ അത് DNA, നമ്മുടെ ഓരോരുത്തരുടെയും DNA പരിശോധിക്കപ്പെടുന്ന വിഷയമാണ്. അതിന്റെ പിന്നിൽ ഒരു വലിയ സാമ്പത്തിക അട്ടിമറിയുണ്ട്. അതാണ് നമ്മുടെ വിഷയം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ട് പോകുന്നതിന് മുമ്പ് രാവിലെ 2 മുട്ടയും ഒരു ഗ്ലാസ് പാലും കുടിച്ചിട്ട് വൈകുന്നേരം പോയി കളിക്കാൻ ഉള്ള എനർജി കിട്ടത്തില്ല. ഇനി അഥവാ 1 മാസം മുമ്പ് ഒരു തയ്യാറെടുപ്പ്, ഒരു ക്യാമ്പിലോട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് പരിശീലനം നൽകിയാലും ഈ പരിപാടി നടക്കില്ല. തലമുറകളിലൂടെ ഈ ആരോഗ്യം കൈമാറി വരേണ്ട ഒരു വിഷയമാണ് ഫുട്ബോൾ ലോകം എന്ന് പറയുന്നത്. അവിടെ എന്തുകൊണ്ട് ഇന്ത്യ പിന്നോക്കം പോകുന്നു എന്നുള്ള ഒരു കഥ പറയാൻ ശ്രീ നാരായണൻ ചക്യാത്ത് ഇന്നലത്തെ എപ്പിസോഡിന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റിൽ എന്താണ് ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് ആഗോള നിലവാരത്തിൽ ഒളിമ്പിക്സിലായാലും ഫുട്ബോളിലായാലും അതുപോലുള്ള ആഗോള ക്രിക്കറ്റിനെ മാറ്റി നിർത്തുക, ക്രിക്കറ്റ് ഒരു ഗെയിമായിട്ട് കാണാൻ പറ്റില്ല. വോളിബോൾ തികച്ചും ഇത് കായിക ശക്തി പരീക്ഷിക്കപ്പെടുന്ന ഒരു ഗെയിമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഗെയിമിൽ ഇന്ത്യ എവിടെയുമില്ല. ഇവിടെ ശ്രീ നാരായണൻ ചക്യാത്ത് ഇന്നലത്തെ എപ്പിസോഡിന് ഒരു പ്രതികരണം നൽകുന്നത്, ഐ ഡു നോട്ട് നോ ഹൂ റോട്ട് ദ കമന്റ് അബൌട്ട് കണ്ട്ല. ലുക്സ് ലൈക്ക് സമൺ ഹു ഹാസ് നോ ക്ലൂ അബൌട്ട് ഷിപ്പിംഗ്. ഷിപ്പിങ്ങിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത, എനിക്ക് തോന്നുന്നു പൂർണ്ണകുമാർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പേര് പൂർണ്ണകുമാർ. ആ കത്ത് വേണമെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ കാണിക്കാം. അദ്ദേഹത്തിന് ഷിപ്പിങ്ങിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. ഞാനാണ് ഷിപ്പിങ്ങിന്റെ അവസാന വാക്ക് എന്നാണ് ശ്രീ നാരായണൻ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. ഓഫ് ഓൾ ദ പോർട്സ് ഇൻ ഇന്ത്യ, കണ്ട്ല ഹാൻഡിൽസ് ദ ഹയസ്റ്റ് വോളിയം ഇൻ റെസ്പെക്ട് ഓഫ് ടണ്ണേജ്. This fact can be verified from the Indian Ports Association website. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പോർട്സ് അസോസിയേഷന്റെ വെബ്സൈറ്റിലൂടെ പരിശോധിക്കാം. കണ്ട്ല 1-ാം തരം പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ട്ലയും ശ്രീ നാരായണനും ഒക്കെ 1-ാം തരം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമാണ് പതിറ്റാണ്ടുകളായി എത്രയോ നമ്മുടെ ഓർമ്മയിൽ ഒരിക്കൽ പോലും ഇന്ത്യ തുടക്കത്തിലെങ്ങാണ്ട്
ഒരു തവണ ടീമിൽ വന്നതല്ലാതെ പിന്നെ ലോകകപ്പിലില്ല. നിങ്ങളുടെ പ്രവർത്തനം കാരണമാണ്, നിങ്ങളുടെ ഈ കാഴ്ചപ്പാട് കാരണമാണ്, ഈ കോംപ്ലസൻസി കാരണമാണ്. നമുക്കൊന്നും അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള കപ്പലുകൾ വരുന്നു, ആവശ്യമായിട്ടുള്ള പോർട്ടുകളുണ്ട്. ഇത് മതി എന്ന് തോന്നുന്നിടത്താണ് ഇന്ത്യ ഇങ്ങനെ ഏഴാം കൂലിയായിട്ട് ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കേണ്ടി വരുന്നത്. ഗാലറിയിൽ പോലും പ്രവേശനമില്ലാത്ത തരത്തിൽ കറൻസിയുടെ വാല്യൂ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ശ്രീ നാരായണനോട് എല്ലാ ബഹുമാനത്തോടും കൂടി നിങ്ങൾ ചിന്തിക്കുന്നതല്ല ഞങ്ങൾ ചിന്തിക്കുന്ന ഇന്ത്യയുടെ കപ്പൽ മേഖല അല്ലെങ്കിൽ കണ്ടെയ്നർ വ്യാപാരം എന്നുള്ളതിന് ചില കണക്കുകൾ തരാം. 2010 അധികം പിന്നോട്ടൊന്നും പോകണ്ട 2010 15 വർഷം മുമ്പ് ലോകം ആകെ ഹാൻഡിൽ ചെയ്യപ്പെട്ട കണ്ടെയ്നറുകളുടെ എണ്ണം 34 കോടിയാണ്. 34 കോടി. അന്നേരം ഇന്ത്യ ഹാൻഡിൽ ചെയ്തത് വെറും 30 ലക്ഷം. 1 കോടി പോലും ഇല്ല, 30 ലക്ഷം. ചൈന ഹാൻഡിൽ ചെയ്ത് എത്രയാണെന്ന് അറിയാമോ? 9.16 കോടി. ഈ 34 കോടി ഉള്ളപ്പോൾ ചൈന ഹാൻഡിൽ ചെയ്തത് 9.1 കോടി. 26%. 15 വർഷത്തിനിപ്പുറം 2025 ആഗോളതലത്തിൽ കണ്ടെയ്നർ വ്യാപാരം വളർന്നത് 90 കോടിയായിട്ട് വളർന്നു. 90 കോടി. നേരത്തെ പറഞ്ഞ എത്രയാണ്? 34 കോടിയെങ്കിൽ അതിപ്പോൾ 2025 90 കോടിയാണ്. ചൈന ഹാൻഡിൽ ചെയ്തത് 26.9 കോടി. ഈ പറയുന്ന 90-നകത്ത് 26.9 കോടി, 30% ചൈന ഹാൻഡിൽ ചെയ്തത്. ശ്രീ നാരായണനും അദ്ദേഹം പുലർത്തുന്ന കാഴ്ചപ്പാടുള്ളവരും അടങ്ങുന്ന ഇന്ത്യ ഹാൻഡിൽ ചെയ്തത്, ശ്രീ പൂർണ്ണകുമാറിനെ നിങ്ങൾ തള്ളി പറയുകയാണല്ലോ, നിങ്ങൾ ഹാൻഡിൽ ചെയ്തത് 2.65%, കേവലം 2.39 കോടി. 26 കോടി ചൈന ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കപ്പലുകളും നിങ്ങളുടെ നിലവിലുള്ള പോർട്ടുകളും നിങ്ങളുടെ കണ്ട്ല എന്ന് പറയുന്ന മഹത്തായ പോർട്ടും ചേർന്ന് ഇവിടെ ഹാൻഡിൽ ചെയ്തത് 2.39 കോടി. ഞങ്ങൾക്ക് ഒരു തൃപ്തിയുമില്ലാത്ത കണക്കാണിത്. അങ്ങനെ ഇന്ത്യയെ വാലറ്റത്ത് കൊണ്ട് കൂട്ടിക്കെട്ടേണ്ട ഒരു രാജ്യമല്ല എന്നുള്ള തിരിച്ചറിവ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതിന്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം. കാരണം ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമല്ല, സമീപ രാജ്യങ്ങളുടെ ഇന്ത്യൻ ഓഷൻ റിം നേഷൻ എന്ന് പറയും. നിങ്ങൾക്കത് സ്വപ്നം കാണാൻ കഴിയില്ല, നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ ഇപ്പോഴും കണ്ട്ല ആനയാണ്, കാടാണ് എന്നൊക്കെ ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നിങ്ങൾ തൃപ്തനായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 100-ലൊന്നോ 1000-ലൊന്നോ പോലും ലഭിക്കാത്ത സാധാരണ ശരാശരി ഇന്ത്യക്കാരന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ലോകകപ്പിൽ വരാതിരിക്കുന്നത്. അവർക്ക് ഇനിയൊരു 50 കൊല്ലം കഴിഞ്ഞെങ്കിലും ലോകകപ്പിൽ ഒന്ന് കളിക്കണമെങ്കിൽ ഖത്തറിൽ ജനിച്ചു വളർന്ന ഒരു മലയാളി ലോകകപ്പിൽ കളിക്കുന്നുണ്ട്. എന്താണ് വ്യത്യാസം? അയാൾ മലയാളിയാണ്. അയാൾ ഖത്തറിൽ ജനിച്ചു വളർന്നുകൊണ്ടാണ് അയാൾക്ക് കളിക്കാൻ പറ്റുന്നത്. അയാൾ കേരളത്തിൽ ജനിച്ചു വളർന്നെങ്കിൽ അയാൾക്ക് കളിക്കാൻ പറ്റത്തില്ല. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മാറണമെങ്കിൽ ഇന്ത്യ സാമ്പത്തികമായ കുതിപ്പ് നടത്തണം. പ്രത്യേകം ഓർക്കുക, കുതിപ്പ് നടത്തണം. ആ കുതിപ്പ് നടത്തണമെന്നെങ്കിൽ ചൈനയെ പോലെ 26.9% അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ 30% അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ശതമാനത്തിൽ ഇന്ത്യ കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്യണം, വ്യാപാരം നടത്തണം, അതിലൂടെ വരുമാനം ഉണ്ടാക്കണം. ആ വരുമാനം ഭക്ഷണവുമായിട്ടും ആരോഗ്യമായിട്ടും ഒക്കെ വളരുന്ന ഒരു കാലത്ത് മാത്രമാണ് ഇന്ത്യക്ക് ആഗോളതലത്തിൽ ഒരു മാന്യത ലഭിക്കുകയുള്ളൂ. ആ മാന്യത നിങ്ങൾക്ക് ഇന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് 99% ജനങ്ങൾക്കും ഇല്ല എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങളെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഈ അന്തരം, ഇതിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ പ്രവർത്തിച്ച ഈ കാലയളവ് 2010 മുതൽ 2025 വരെ ഇന്ത്യയുടെ വളർച്ച കേവലം 2.65% നിന്നപ്പോൾ ചൈനയുടെ വളർച്ച 30% കൂടിയെങ്കിൽ അതേപോലുള്ള ഒരു അതേപോലുള്ള ഒരു ജനവിഭാഗമുള്ള ഏഷ്യയിലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനും വേണമെങ്കിൽ ആ കുതിപ്പ് നടത്താൻ പറ്റും. ആ കുതിപ്പാണ് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡിന് ഒരു പ്രതികരണം കൂടിയുണ്ട്. ജോജി എബ്രഹാമാണ് എഴുതുന്നത്, സർ, എഞ്ചിനീയർമാരുടെ ബുദ്ധി, നമ്മുടെ NHAയുടെ ഗേറ്റ് തുറക്കുന്ന ബുദ്ധിയും റോഡ് പണിയുന്ന ബുദ്ധിയുമുള്ള പ്രതികരണമാണ്. സർ, എഞ്ചിനീയർമാരുടെ ബുദ്ധി തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള NH 66 നോക്കിയാൽ മതി. ഭയങ്കര ബുദ്ധിയാണ്.
എത്രയോ പേരവിടെ കൊല്ലപ്പെട്ടു. ഒരു റോഡ് പണിയുമ്പോൾ ആക്സസ് കൺട്രോൾ റോഡിലൂടെ പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ ഇടയിലോട്ട് സർവീസ് റോഡിലൂടെ പോകേണ്ട വാഹനങ്ങളെ കയറ്റിവിടുന്ന ബുദ്ധിയാണ് തിരുവല്ലം. കേരളം മുഴുവൻ ഇരിക്കുന്നവർക്കത് മനസ്സിലാവണമെന്നില്ല. ഈ ആക്സസ് കൺട്രോൾ റോഡിലൂടെയാണ് സർവീസ് റോഡിൽ പോകേണ്ട വാഹനങ്ങൾ തിരുവല്ലം എന്ന് പറയുന്ന വിഴിഞ്ഞത്തിന്റെ ഒരു 3-4 കിലോമീറ്റർ വടക്കുവശത്ത്. ഈ ബുദ്ധിയാണ് നമ്മുടെ എഞ്ചിനീയർമാരെ, പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അതോറിറ്റിയിലെ എഞ്ചിനീയർമാരെ നയിക്കുന്നത് എന്നുള്ളതാണ് ശ്രീ ജോജി എബ്രഹാം അദ്ദേഹത്തിന്റെ കത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാണോ ഇതിനൊക്കെ മാറ്റം വരിക? സാധാരണ പലരും അവിടെ കൊല്ലപ്പെട്ടു. സാധാരണ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്താതെ നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയില്ല. അതിനുവേണ്ടിയുള്ള ഒരു യുദ്ധമാണ് സെയിലിംഗ് കമന്ററിയും വിമാക്കും ഈ നാട്ടുകാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്.